hope you are living life as you love it and loving life as you live it. It's a very powerful statement. Stay tuned. Statement, live life as you love it എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടത്. അത് ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ സെക്കൻഡ് പാർട്ട് ഈസ് ലവ് ലൈഫ് ആസ് യു ലിവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യണമെങ്കിലും അതിനെ ഇഷ്ടപ്പെട്ട് അത് നമ്മുടെ ലൈഫിൽ വെറും ഒരു എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒറ്റയ്ക്ക് ഫേസ് ചെയ്തിട്ട് ഓവർകം ചെയ്തപ്പോൾ ഉണ്ടാക്കിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഫ്രം ടുഡേ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്റ്റാർട്ട് ലവിങ് ഈച്ച് മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫ്, either good or bad, and stay peaceful. Now it's time to join with you all with the segment Excel Magic. The most awaited answer of the week is, before that let me tell the question, which is the most important criteria to improve productivity at work? നമ്മുടെ വർക്കിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കണ്ടീഷൻ എന്താണ്? ദ റൈറ്റ് ആൻസർ ഇസ് പ്ലാനിങ്. പ്ലാനിങ് ഇസ് ദ കീ ടു പ്രൊഡക്ടിവിറ്റി. നിങ്ങൾ ചെറിയൊരു എക്സാമ്പിൾ എടുത്താൽ മതി. നമ്മുടെ ഒരു പ്ലാൻഡ് ഷോപ്പിംഗ് ആൻഡ് അൺപ്ലാൻഡ് ഷോപ്പിങ്ങിന് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്ലാൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ടൈം കുറവായിരിക്കും എടുക്കുന്നത്. ആൻഡ് എല്ലാ സാധനങ്ങളും വാട്ട് എവർ ഇസ് ലിസ്റ്റഡ് ഔട്ട് നമുക്ക് വാങ്ങിക്കാനും കഴിയും. ആൻഡ് റെസ്റ്റ് ഓഫ് ദ ടൈം യു ക്യാൻ എൻജോയ്. ബട്ട് അൺപ്ലാൻഡ് ഷോപ്പിംഗ് ആണ്. ഒരു ദിവസം ഒഴിവുണ്ട്, ലീവ് ഉണ്ട്, യു ക്യാൻ ഗോ ബൈ എവറിത്തിങ്. ഒരുപാട് ദിവസമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷോർട്ടേജ് ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് വൺ ഡേ രാവിലെ ഇറങ്ങി വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഒരുപാട് സ്ഥലങ്ങളിൽ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, ATM കാർഡിൽ റിക്വയർഡ് എമൗണ്ട് ഉണ്ടാവില്ല, ഹെവി തിങ്സ് ആദ്യം ബൈ ചെയ്യും. സോ ഓൾ ദിസ് മെസ്സപ്പ് ആയിട്ട് അൾട്ടിമേറ്റ്ലി തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ കാണില്ല. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. പ്ലാനിങ് ഇസ് ദ കീ ടു പ്രൊഡക്ടിവിറ്റി. ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ പറഞ്ഞത് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള വളരെ സിമ്പിളായ 2 ടിപ്സ് ആണ്. ഇനി തേർഡ് ടിപ്പ് ഇസ് 500 to 0 ഈവൺ നമ്പേഴ്സ് തിരിച്ചെണ്ണുക, അതും 3 മിനിറ്റ്സിലോട്ട്. നെക്സ്റ്റ് ടിപ്പ് ഇസ് ഓഡ് നമ്പേഴ്സ് തിരിച്ചെണ്ണുക, ദാറ്റ്സ് അഗെയിൻ 3 മിനിറ്റ്സിലോട്ട്. മീൻസ് നമ്മളിപ്പോൾ കൗണ്ട് ചെയ്ത ഹോൾ നമ്പേഴ്സ് ആണ്. അത് വളരെ സിമ്പിൾ ആണ്. 1 to 500 ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ഈവൺ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ വീണ്ടും കൂടുകയാണ്. സോ നമുക്ക് കണ്ടീഷണൽ തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് ടിപ്പാണ് ഈവൺ നമ്പേഴ്സ് തിരിച്ചെണ്ണുക. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. 500 for 98, for 96, for 94, for 92, for 90, for 88, for 86, for 84, for 82, for 80. ആ ഒരു സ്പീഡിൽ വരുമ്പോൾ മാത്രമേ ഒരു 3 മിനിറ്റ്സിലോട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് അടുത്ത 3 ദിവസം എടുത്തിട്ട് ഓഡ് നമ്പേഴ്സ് റിവേഴ്സ് കൗണ്ട് ചെയ്യുക. മീൻസ് for 99, for 97, for 95, for 93, for 91, for 89, for 87, for 85, for 83, for 81. Okay, it's very simple. Just try it. ആദ്യത്തെ 3 ഡേയ്സിൽ ഈവൺ നമ്പേഴ്സ് ആൻഡ് നെക്സ്റ്റ് 3 ഡേയ്സ് ഓഡ് നമ്പേഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൾ ഓൺ ദ നമ്പർ വിച്ച് ഇസ് ഷോൺ ബിലോ. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ക്വസ്റ്റ്യൻ ഓഫ് ദ വീക്ക്. വാട്ട് ബിൽഡ്സ് ട്രസ്റ്റ്? ട്രസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എമംഗ് പീപ്പിൾ. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്രൈറ്റീരിയ എന്താണ് ഇസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ദ വീക്ക്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ആൻസർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. catch you in the next segment. It's great to see you all back to work, but remember, productivity increases with a break. COVID-19, Cold War എല്ലാം ജനറേറ്റ് ചെയ്ത ഒരു സിംഗിൾ കൺട്രിയിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് അവരുടെ കൾച്ചറിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് China is a country which celebrates their New Year for the lengthiest period. അതും it goes for 2 weeks. And the speciality is ഓരോ ദിവസവും അവർ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ആനിമൽസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? എന്നാൽ ചൈനയിൽ ഈ 14 days ലോങ് ന്യൂ ഇയർ സെലിബ്രേഷന് അവർ ഒട്ടുമിക്ക ദിവസങ്ങളിലും ആനിമൽസിൻ്റെ ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം.
ഫസ്റ്റ് ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ചിക്കൻസ് ബർത്ത്ഡേ ആണ്. സെക്കൻഡ് ഡേ ഇസ് ഫോർ ഡോഗ്സ് ബർത്ത്ഡേ. തേർഡ് ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് പിഗ്സ് ബർത്ത്ഡേ ആണ്. ആൻഡ് ദ ഫോർത്ത് ഡേ ഇസ് ഫോർ ഷീപ്സ് ബർത്ത്ഡേ. ഫിഫ്ത്ത് ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓക്സ് ആൻഡ് കാറ്റിൽസിന് വേണ്ടിയാണ്. ആൻഡ് സിക്സ്ത് ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹോഴ്സിൻ്റെ ബർത്ത്ഡേ ആണ്. സെവൻത്ത് ഡേ ഇസ് ഫോർ മെൻസ് ബർത്ത്ഡേ. ആൻഡ് എയ്ത്ത് ഡേ ഇസ് ദ കൺക്ലൂഷൻ ഡേ. ആ ഡേയിലാണ് അവർ ഫാമിലി റീയൂണിയൻ വെക്കുന്നതും പിന്നെ അവരുടെ എംപറർ ജൂഡിന് വേണ്ടി മിഡ് നൈറ്റിൽ പ്രേയേഴ്സ് ചെയ്യുന്നതും. ദേ ജസ്റ്റ് പ്രേ ഫോർ ദെയർ എംപറർ ജൂഡ് ഓൺ ദ റീയൂണിയൻ ഡേ. നയൻത്ത് ഡേ ഇവരെല്ലാവരും എംപറർ ജൂഡിൻ്റെ ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് 10th to 12th day is completely for fasting with family and friends. And 13 days definitely. 13 days lengthy celebration കഴിഞ്ഞിട്ട് അവരവരുടെ ഡയറ്റ് ആൻഡ് വയറിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റമാണ് 13th ഡേ ചെയ്യുന്നത് വിത്ത് റിച്ച് ഫുഡ് ലൈക്ക് റൈസ്, മസ്റ്റർഡ് ആൻഡ് ഗ്രെയിൻസ്. ആൻഡ് 14th ഡേ ആണ് അവരുടെ ഫൈനൽ ഡേ where they celebrate the lantern festival with lantern decorations on the full moon day. And lanterns and oranges are a main part of celebration. It is customary for them to have sugar dumplings, which is called as yuan serve, which is made of rice flour and sugar fillings. ഈ ഒരു എൻറ്റയർ പ്രോസസ് ഓഫ് സെലിബ്രേഷൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് സിംഗ് 2 lines of their ന്യൂ ഇയർ സോങ്. Medyadanchi shau shau meghur in the zirhele jiminde hi jir kwa joshe ghanshi 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 niya ghanshi 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 ni tumkhe ida chinthon jenshir khauda shan hoshi were hell on the transfer joya jwishing dadi ghanshi 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 niya ghanshi 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 ni ghanshi 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 niya ghanshi 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 ni. Hope you all enjoyed the entire episode. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. And for further notification, just press the bell icon which is shown below. And I'll see you with a lot of information and fun in the next episode. Till then, stay happy and keep smiling. ഒരു പക്ഷേ ഫേവറേറ്റ് ന്യൂസ് പേപ്പറിനെ കുറിച്ച് സംസാരിക്കാൻ നോക്കുമ്പോൾ വരുന്നൊരു മേജർ മിസ്റ്റേക്ക് ആയിരിക്കും. Okay, I like this newspaper. I am reading it for so many years. Okay, I like this supplement of this paper. അങ്ങനെ പിന്നെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് ഗ്യാപ്പ് വരും. ഓക്കെ, സോ ആ ഗ്യാപ്പ് ഓവർകം ചെയ്തിട്ട് എങ്ങനെ സ്പീക്ക് ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഫേവറേറ്റ് ന്യൂസ് പേപ്പർ തന്നെ ടോപ്പിക്കായിട്ട് എടുക്കാം. ഓക്കെ, talking about newspapers, it is one of the cheapest media which conveys news to a person. There are a lot of other medias like television, radios and internet. And having travelled in across the country or state, I do have come across a lot of newspapers in different languages. But being a regular reader of Hindu, the best paper I consider is Hindu. കാരണം ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളത്. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, വളരെ പോപ്പുലർ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യു ഗെറ്റ് ഓൺലി വാട്ട് യു വർക്ക് ഫോർ ആൻഡ് നോട്ട് യു വിഷ് ഫോർ. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ അത് നേടാൻ സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോവുകയാണ് ഒരു സർജറിക്ക് വേണ്ടി. അദ്ദേഹം തന്നെ സർജറി ചെയ്യുമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യുമോ? ഒരിക്കലും ഇല്ല. സർജറിക്ക് 1 മണിക്കൂർ എടുക്കുള്ളൂ. പക്ഷേ 5 ദിവസം മരുന്ന് കഴിച്ചു വരാം അല്ലെങ്കിൽ 10 ദിവസം മരുന്ന് കഴിച്ച് ബോഡി ഒന്ന് റെഡി ആയാൽ മാത്രമേ സർജറി ചെയ്യുള്ളൂ. കാർഡ്സ് വെച്ചിട്ട് ചെറിയൊരു ട്രിക്കാണ്. കാരണം എല്ലാവരും തന്നെ ലോക്ക്ഡൗൺ പീരിയഡിൽ കംപ്ലീറ്റ്ലി ഇംബാലൻസ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഐ ഹോപ്പ് ദിസ് ഗിവ്സ് യു എ ലിറ്റിൽ റിലാക്സേഷൻ. ഇനി ഞാൻ ഈ ഒരു സെറ്റ് ആദ്യം 1 കാർഡ് 2 3 4 again 2 3 4 again 3 2 1 again 2 and 3. സോ ഏത് സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും നിങ്ങൾക്ക് 10 ആണ് കിട്ടുന്നത്. ഇതാ ബാക്കി കാർഡ്സ് ഇതാ. ഓക്കെ, ഈ കാർഡ്സ് ഞാൻ മലത്തി വെക്കാം. മലത്തി വെച്ചിട്ട് ഓരോന്നിനെ ആഡ് ചെയ്യുമ്പോഴും
നിങ്ങൾക്ക് വീണ്ടും കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും ആനിമൽസിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടോ? എന്നാൽ ചൈനയിൽ ഈ 14